ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പാരീസിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഫെബ്രുവരി 10-11 തീയതികളിലാണ് AI ഉച്ചകോടി. ഉഭയകക്ഷി സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. AI-യുടെ പ്രാധാന്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഊന്നിപ്പറഞ്ഞു. US, ചൈന, ഇന്ത്യ, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയവ AI സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും കാര്യമായ പങ്കുവഹിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 90 രാജ്യങ്ങളെ AI ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മാക്രോൺ അറിയിച്ചു. AI-യെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളും ദുരുപയോഗവുമാണ് ഉച്ചകോടിയിൽ അഭിസംബോധന ചെയ്യേണ്ട വിഷയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയിലെ വിവിധ ടീമുകൾക്ക് AI സംബന്ധിച്ച ഇന്ത്യയുടെ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നതായും മാക്രോൺ പറഞ്ഞു. പാരീസിലെ ഗ്രാൻഡ് പാലസിൽ ഫ്രാൻസ് ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കും. രാഷ്ട്രത്തലവന്മാർ, ഗവൺമെന്റ് തലവന്മാർ, അന്താരാഷ്ട്ര സംഘടനാ നേതാക്കൾ, സിവിൽ സൊസൈറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. AI-യിലുള്ള പൊതു താൽപര്യം, ജോലിയുടെ ഭാവി, നവീകരണവും സംസ്കാരവും, AI-യിലുള്ള വിശ്വാസം എന്നീ വിഷയങ്ങൾ ഇവന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റോബോട്ടുകൾ ജോലികൾ കവരുന്നതിൽ ആശങ്ക. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തൽ. ആഗോളതലത്തിൽ വ്യവസായങ്ങളെ ഓട്ടോമേഷൻ പുനർനിർമ്മിക്കുന്നത് തുടരുമ്പോൾ സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നതിന്റെ ആശങ്കയിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. മനുഷ്യാധ്വാനത്തിന് പകരമായി കൃത്രിമ ബുദ്ധിയും റോബോട്ടുകളെയും ഉപയോഗിക്കുന്നത് സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് ആഗോള ജനസംഖ്യയുടെ ഭൂരിഭാഗവും വിശ്വസിക്കുന്നതെന്നാണ് പ്യൂ റിസർച്ച് സെന്റർ സർവേ സൂചിപ്പിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ ബ്രസീലും കൊളംബിയയും പട്ടികയിൽ ഒന്നാമതെത്തി. താഴ്ന്ന സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ള 73% ആളുകളും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് കണക്കാക്കുന്നത്. യുറേഷ്യ ഗ്രൂപ്പിന്റെ വാർഷിക അപകട സാധ്യത റിപ്പോർട്ട് അനുസരിച്ച് 2025 ഓട്ടോമേഷൻ ഏറ്റവും വലിയ അപകട സാധ്യതകളിൽ ഒന്നായി തുടരുന്നു. AI-യുടെ പരിവർത്തന സാധ്യതയുണ്ടായിരുന്നിട്ടും നിയന്ത്രണങ്ങൾ സാങ്കേതിക പുരോഗതിക്ക് പിന്നിലാണെന്ന് സ്ഥാപനം മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകൾ ഡിജിറ്റലാവുന്നു. ആധാർ അധിഷ്ഠിത ബയോമെട്രിക്സ് വഴി സേവിങ്സ് അക്കൗണ്ട് തുറക്കാൻ സംവിധാനം. അക്കൗണ്ട് ഉടമകളെ KYC-യുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം പോസ്റ്റ് ഓഫീസ് കൗണ്ടറുകളിൽ മാത്രമേ ലഭ്യമാകൂ. ഇതുവഴി പുതിയ ഉപഭോക്താക്കളുടെ അക്കൗണ്ട് തുറക്കുന്നതിനും ഇടപാടുകൾ നടത്തുന്നതിനുമുള്ള സൗകര്യമൊരുക്കും. ഇതിനു പുറമെ നിലവിലുള്ള ഉപഭോക്താക്കളുടെ KYC വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അടുത്ത ഘട്ടത്തിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്, മന്ത്ലി ഇൻകം സ്കീം തുടങ്ങിയവയ്ക്കുള്ള അക്കൗണ്ട് തുറക്കൽ, പണമടയ്ക്കൽ, ഇടപാടുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ KYC വഴി നൽകും. നിലവിൽ പോസ്റ്റ് ഓഫീസിൽ ആധാർ ബയോമെട്രിക്സ് വഴി 5000 രൂപ വരെയുള്ള ഇടപാടുകൾ മാത്രമേ നടത്തൂ. ഈ തുകയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വൗച്ചറുകൾ ഉപയോഗിക്കേണ്ടിവരും. അക്കൗണ്ട് അവസാനിപ്പിക്കൽ, കൈമാറ്റം തുടങ്ങിയ മറ്റ് സൗകര്യങ്ങളും ഡിജിറ്റലാക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. പേപ്പർ രഹിത പ്രവർത്തനങ്ങൾക്കായി പോസ്റ്റ് ഓഫീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറും. പൈലറ്റ് പ്രോജക്ടിന് കീഴിൽ രാജ്യത്തെ 12 ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും 2 സബ് പോസ്റ്റ് ഓഫീസുകളിലും KYC ആരംഭിച്ചിരുന്നു. ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആധാർ വിശദാംശങ്ങൾ അടങ്ങിയ എല്ലാ രേഖകളിലും മാസ്ക് ചെയ്ത ആധാർ നമ്പറുകൾ മാത്രമേ പ്രദർശിപ്പിക്കാവൂ എന്ന നിർദ്ദേശവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളുടെ സംയോജിത മൂല്യം $385 ബില്യൺ എത്തി. 7 പുതിയ സ്റ്റാർട്ടപ്പുകൾ $1 ബില്യൺ മൂല്യം മറികടന്നു. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം വെഞ്ചർ ക്യാപിറ്റലിന്റെ പിന്തുണയുള്ള ടെക് ഇനീഷ്യൽ പബ്ലിക് ഓഫറുകൾ നൽകുന്ന മൂന്നാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ടെക്നോളജി മേഖലയിൽ 13 ഉൾപ്പെടെ 327 IPOകളാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്നത്. എയ്തർ, മണിവ്യൂ, റാപ്പിഡോ, പെർഫിയോസ്, റേറ്റ് ഗെയിൻ, ക്രൂഡ്രീം, പോർട്ടർ എന്നിവയാണ് ഈ വർഷം യൂണിക്കോൺ പദവി നേടിയ 7 സ്റ്റാർട്ടപ്പുകൾ. ഇന്ത്യൻ യൂണിക്കോണുകളുടെ 5-1 ആസ്ഥാനം വിദേശത്താണ്. അതേസമയം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് യൂണിക്കോൺ പദവി കൈവരിക്കാനുള്ള ശരാശരി സമയം 2023 5.5 വർഷമായിരുന്നത് 2024 11 വർഷമായി ഉയർന്നതായി വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ ഓറിയോസ് വെഞ്ചർ പാർട്ട്നേഴ്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്റ്റാർട്ടപ്പുകൾ പൊതുജനങ്ങളിലെത്താനുള്ള ശരാശരി സമയം കഴിഞ്ഞ വർഷം 12.5 വർഷത്തിൽ നിന്ന് 13 വർഷമായി ഉയർന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള ക്രിപ്റ്റോ നിക്ഷേപക പ്ലാറ്റ്ഫോമായ മുദ്രക്സിന് 200% വളർച്ച. അടുത്ത വർഷത്തോടെ 10 ദശലക്ഷം ഉപഭോക്താക്കളെ കൂട്ടിച്ചേർക്കുമെന്ന് കമ്പനി. ആഗോള ക്രിപ്റ്റോ നിക്ഷേപ പ്ലാറ്റ്ഫോമായ മുദ്രക്സിന്റെ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഈ വർഷം 200% വർധന. 3 ദശലക്ഷത്തിലധികം പേരാണ് ഈ വർഷം മുദ്രക്സിന്റെ ഭാഗമായത്. കൂടാതെ പ്രതിമാസ വ്യാപാര അളവിൽ 20 മടങ്ങ് വർധനയോടെ $200 മില്യൺ
ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്പാണ് മുദ്രക്സ്. അടുത്ത വർഷം അവസാനത്തോടെ 10 ദശലക്ഷം ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് കമ്പനി വ്യാപ്തി വർദ്ധിപ്പിക്കാനും പദ്ധതിയിടുന്നു. പുതിയ വിപണികളിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. ക്രിപ്റ്റോ നിക്ഷേപം ലളിതവും എല്ലാവർക്കും അക്സസ് ചെയ്യാവുന്നതുമാക്കുക എന്ന ദർശനത്തോടെയാണ് 2018 മുദ്രക്സ് ആരംഭിച്ചതെന്ന് കമ്പനിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ എഡുൽ പട്ടേൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.